നമ്മളിടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഫുട്ബോൾ കൊണ്ടുള്ള അല്ലേ ആ മിടുക്കിയുടെ ചില മാന്ത്രിക പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അതുപോലെ വിരൽ തുമ്പിൽ എന്തും കറക്കാമെന്ന ഒരു ആത്മവിശ്വാസത്തോടെ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുന്നു. പത്തനംതിട്ട കടമ്പനാട് സ്വദേശിയായ അശ്വിൻ. അപ്പോൾ എന്താണ് അശ്വിൻ വിരൽ തുമ്പിൽ സൃഷ്ടിക്കുന്നതെന്ന് കാണാം. അത് അങ്ങ് ഗിന്നസ് റെക്കോർഡ് വരെ എത്തിയിട്ടുണ്ട്. നോക്കാം. വാർത്തയിലെ വരികൾ വിരൽ തുമ്പിലെത്താൻ വിരൽ ചുഴറ്റണം. അമ്മോ, അമ്മ ഒരു മിനിറ്റ്. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നേ എന്തോ പാത്രം പൊട്ടല്ലേ. ഇവനെ കൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവന് എന്തോ ശല്യം എനിക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞൂടാ. എൻ്റെ മീൻചട്ടി വരെ എൻ്റെ കൈവിരലിൻ്റെ തുമ്പത്താ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പാത്രങ്ങളെ, കലം, ചട്ടി, മുറം, കുട്ട, എന്ന് വേണ്ട ഈ ഭൂമി അവൻ എന്നെ മാത്രമേ ഉള്ളൂ കറക്കാത്ത വെയിറ്റ്. ബാക്കി എല്ലാവരെയും അവൻ കറക്കും. അമ്മ പറഞ്ഞത് മകൻ കേട്ടതേയില്ല. ഇരുന്നും കിടന്നും നടന്നും വിരൽത്തുമ്പിൽ പലതും അമ്മാനമാടി. നേരം പോക്കിനപ്പുറം വിരൽത്തുമ്പിലെ കാര്യം സീരിയസ് ആയി. പരിശീലനവും പരിശ്രമവും ഒന്നിച്ചപ്പോൾ അന്താരാഷ്ട്ര നേട്ടം സ്വന്തമായി. ഇതൊട്ടും നിസ്സാരമല്ല. ഇതൊരു അന്താരാഷ്ട്ര കറക്കലാണ്. വിരൽത്തുമ്പിൽ വിസ്മയം തീർത്ത് കൈക്കുമ്പിളിലേക്ക് ഗിന്നസ് റെക്കോർഡ് എന്ന നേട്ടമാണ് സ്വന്തമാക്കിയത്. രണ്ട് അറ്റംപ്റ്റുകളും കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂന്നാമതാണ് കിട്ടുന്നത്. മൂന്നാമത്തേതിലാണ് ഗിന്നസ് ഒഫീഷ്യലി അപ്രൂവൽ ആവുന്നത്. 2 മണിക്കൂറും 10 മിനിറ്റും 14 സെക്കൻഡ്. കൈ കിട്ടുന്ന എല്ലാം വെച്ച് കറക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് PSC ക്ലാസ്സിന് പോയി. PSC ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ഈ റാങ്ക് ഫയലൊക്കെ വെച്ച് കറക്കുന്നത് കൂടെയുള്ള കൂട്ടുകാർ കാണുമായിരുന്നു. അപ്പോൾ അവരാണ് ഇങ്ങനെ കറക്കുന്ന ഒരു ഗിന്നസ് റെക്കോർഡിൻ്റെ ഐറ്റമാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗിന്നസ് റെക്കോർഡിലേക്ക് അപേക്ഷിച്ചതും. ഗിന്നസ് നേട്ടം എത്തിയപ്പോൾ അധ്യാപികയായിരുന്ന അമ്മയ്ക്ക് സന്തോഷം. നല്ല അഭിമാനം അല്ലാതെ വേറൊന്നും തോന്നിയില്ല. നല്ല സന്തോഷമാണ് തോന്നിയത്. ഇവൻ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഗിന്നസിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും, അത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചെന്നാ പിന്നെ അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എല്ലാം തുടങ്ങാൻ കാരണം സാക്ഷാൽ രജനീകാന്ത്. ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രജനീകാന്തിൻ്റെ ചന്ദ്രമുഖി സിനിമയിൽ രജനീകാന്ത് പട്ടം വെച്ച് കറക്കുന്നതുണ്ട്. അപ്പം പട്ടം സ്വന്തമായിട്ട് കയ്യിലില്ലാത്തതുകൊണ്ട് ബുക്ക് വെച്ച് കറക്കാൻ തുടങ്ങി. അങ്ങനെ കറക്കി ബുക്ക്, ചട്ടി, കൊട്ട, പ്ലേറ്റ്, അങ്ങനെ എല്ലാം ആയി. വിരൽത്തുമ്പിൽ എല്ലാം ഭദ്രമാണെന്ന ആത്മവിശ്വാസത്തിലാണ് മാധ്യമപ്രവർത്തകനായ അശ്വിൻ. പിന്തുണയ്ക്കാൻ സംവിധാനങ്ങളൊപ്പമുണ്ടെങ്കിൽ നാട്ടിലേക്ക് ഒരുപാട് ഗിന്നസ് റെക്കോർഡുകൾ എത്തുമെന്ന അഭിപ്രായവുമുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് ഒന്നും കിട്ടാതെയാണ് ഓരോ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സും നമ്മൾ രാജ്യത്തിന് വേണ്ടിയിട്ട് നേട്ടം കൊണ്ടുവരുന്നത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ വളരെ ചുരുക്കം ചിലർക്കാണ് ഗിന്നസ് റെക്കോർഡ് ഉള്ളത്. ആന്ധ്രാപ്രദേശ്, തെലങ്കാനയിലൊക്കെ 15-16 പേരേ ഉള്ളൂ. പക്ഷേ അവർക്കൊക്കെ ഗവൺമെൻറ് സർക്കാർ ജോലിയും അതുപോലെ തന്നെ മറ്റ് അംഗീകാരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു പരിഗണന ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സിന് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഓടിക്കൊണ്ട് കറക്കുന്ന പരിപാടി ഉണ്ടല്ലേ? പിന്നെ എല്ലാം വേണ്ടേ. അപ്പോൾ എന്തായാലും ഗിന്നസ് റെക്കോർഡുകൾ ഏത് നിമിഷവും മറ്റൊരാൾക്ക് തകർക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ശ്രമിക്കണമെങ്കിൽ അതിന് പിന്തുണയാകേണ്ടത് സർക്കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ്. അവരുടെ പിന്തുണ കൂടിയാണ് ഇപ്പോൾ അശ്വിൻ നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മയുടെ വർത്തമാനമാണ് അല്ലേ. അമ്മ വളരെ എന്നെ മാത്രമേ എൻ്റെ അവൻ കറക്കാനുള്ളൂ എന്നാണ് പറഞ്ഞത്. അവസാനം പക്ഷേ അമ്മയ്ക്ക് സന്തോഷമാണ്. ഗിന്നസ് റെക്കോർഡ് കിട്ടുക ഞങ്ങൾ ചില്ലറക്കാരുമല്ലോ. ഇപ്പോൾ രാഹുലെ എല്ലാം കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ അവസാനം പറഞ്ഞ പോലെ ഇത് വേറെ ആൾ ഇതേപോലെ കൂടുതൽ പരിശ്രമിച്ച് ചിലപ്പോൾ കൂടുതൽ സമയം കറക്കിയേക്കാം. അപ്പോൾ വീണ്ടും നമ്മളതിനെ മറക്കണമെങ്കിൽ നമ്മൾ വീണ്ടും ശ്രമിക്കണം. അപ്പോൾ ഇതൊരു ഈ കറക്കം അതിങ്ങനെ തുടരേണ്ടി വരും. ഒന്നിച്ച് ജോലി ചെയ്യാൻ കഴിഞ്ഞ അവസരത്തിലാണ് അശ്വിനെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായി സോഷ്യൽ മീഡിയ വഴി ഒക്കെ നമ്മൾ കൂട്ടുകാരാകുകയും കൂട്ടുകൂടുകയൊക്കെ ചെയ്യുന്ന പുതിയ കാലമാണല്ലോ. അപ്പോൾ ആ ഘട്ടത്തിലാണ് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലാണ് ആ DPയിൽ കാണാൻ കഴിയുന്നത് ഗിന്നസ് റെക്കോർഡുമായി നിൽക്കുന്ന ഒരു സഹപ്രവർത്തകൻ നമുക്കുണ്ട് എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഈ കാര്യം അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. പിന്നീടാണ് വീട്ടിലേക്ക് പോകുമ്പോഴാണ് എന്തൊക്കെ ചെയ്യും എന്ന് മനസ്സിലായത്. കാണിച്ചു തരാനുമുള്ള ഒരു സന്തോഷം അശ്വിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അന്ന് അവിടെ ഞങ്ങൾ ചെന്നപ്പോഴും ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന ഘട്ടത്തിലൊക്കെ എല്ലാവരും എടുത്തു പറഞ്ഞത് അമ്മയെ പറ്റിയാണ്. അമ്മ
വളരെ സ്വാഭാവിക നടിയാണ്, ഒരു നാച്ചുറൽ ആക്ടറാണ് എന്ന് പറയുന്ന രീതിയിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇതിനോട് ചേർത്ത് വെക്കുകയാണ്. എന്തായാലും ഇത് നമ്മൾ എൻ്റെ കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ ചെയ്ത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ വിരൽത്തുമ്പിൽ ഇത് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് അവർ പറയുന്ന അളവിൽ, ഗിന്നസ് റെക്കോർഡ് നൽകുന്ന ആളുകൾ പറയുന്ന അളവിൽ സെറാമിക് പ്ലേറ്റ് ഉണ്ടാക്കുന്നു. അത് ഈ ഒറ്റ വിരലിൽ ചുഴറ്റുകയാണ്. അത് 2 മണിക്കൂറിലധികം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ശ്രമകരമായ കാര്യമാണ്. കാരണം അങ്ങനെ ആ റെക്കോർഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് നേടുമ്പോൾ മാധ്യമപ്രവർത്തകൻ കൂടി ആയതുകൊണ്ട് റെക്കോർഡിൻ്റെ സന്തോഷവും അഭിമാനവും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഈ റെക്കോർഡുകൾ എന്ന് പറയുന്നത് ഏത് നിമിഷവും ആരും തകർക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ശ്രമിക്കണമെങ്കിൽ അതിൻ്റെതായ ചിലവുകളുണ്ട്. ക്യാമറയുമായി ബന്ധപ്പെട്ട് നല്ല ക്യാമറ, അവർ പറയുന്ന ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് നൽകണം, ഒപ്പം ആളുകൾ ഉണ്ടാകണം, അതുമായി ബന്ധപ്പെട്ട് കുറേ ചിലവുകളുണ്ട്. അപ്പോൾ സർക്കാർ ഒരു പിന്തുണ നൽകിയാൽ വീണ്ടും ഈ ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളുമായി ആളുകൾ കൂടുതൽ വരും. അപ്പോൾ സർക്കാരിൻ്റെ പിന്തുണ കൂടി ഉണ്ടാകണം എന്നുകൂടി ഇപ്പോൾ അശ്വിൻ പറഞ്ഞു വെക്കുകയാണ്. അത് അനിവാര്യമായ കാര്യമായിട്ട് തോന്നുകയാണ്. കാരണം ഈ റെക്കോർഡ് മറികടക്കാനുള്ള ആത്മവിശ്വാസം, ഇനി ആര് മറികടന്നാലും മറികടക്കാനുള്ള ആത്മവിശ്വാസമുള്ള കുറേ പേർ പുറത്തുണ്ട്. അപ്പോൾ അവർക്കൂടി സർക്കാർ പിന്തുണയാകണം. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ നേട്ടങ്ങൾ, ഗിന്നസ് റെക്കോർഡിലെ നേട്ടങ്ങൾ നമുക്കൊരു റെക്കോർഡ് ഇടാൻ പറ്റും, കേരളത്തിന് റെക്കോർഡ് ഇടാൻ പറ്റും. ഇപ്പോൾ തന്നെ നല്ല ഉയർന്ന രീതിയിലുള്ള ആളുകൾ, ഉയർന്ന എണ്ണത്തിലുള്ള ആളുകൾ എന്തായാലും കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ അതിലും വിസ്മയം ഉണ്ടാക്കാൻ കഴിയും, ഒപ്പം ഇത്തരം വിസ്മയങ്ങൾ വാർത്തയായി നൽകാൻ കഴിയും എന്നുള്ള കാര്യം കൂടി പങ്കുവയ്ക്കുകയാണ്. ശരി ശരി രാഹുൽ, ഈ ഗിന്നസ് റെക്കോർഡുകൾ വരുമ്പോഴാണ് ഇങ്ങനെയും ചെയ്യാമോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നത്. ചിലത് കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഭ്രാന്തമായ ചില സങ്കല്പങ്ങളാണോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ഗിന്നസ് റെക്കോർഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ചിലർ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ അവർ കണ്ടെത്തുന്ന ചില മികവുകളാണ് അതിങ്ങനെ പരിപോഷിച്ച് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ അതിന് ആ വിധത്തിലുള്ള പിന്തുണ കിട്ടിയാൽ വളരെ നല്ലതാണ്. കൂടുതൽ വെറൈറ്റി റെക്കോർഡുകളൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടി സ്വന്തമാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.